രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന്റെ ക്ലൈമാക്സിലാണ് മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തായത്. എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഈ വിവാദങ്ങൾ പല തട്ടുകളിലേക്ക് പല കൂറി മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ മറ്റൊരു പരാതി ഉയർന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി രാഹുൽ ഈശ്വറാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിനെതിരെ യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഇറങ്ങി തിരിച്ച പോലീസ് ഈ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. നിയമത്തിന്റെ മുന്നിൽ ഏവരും സമന്മാരാണ്. അവിടെ ആൺ പെൺ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ നൽകിയ പരാതി ഏത് രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നാണ് അറിയാനുള്ളത്. യുവതിയുടേത് വ്യാജ പരാതി എന്ന് ചൂണ്ടിക്കാട്ടി സൈബർ പോലീസിനാണ് രാഹുൽ ഈശ്വർ പരാതി നൽകിയിരിക്കുന്നത്. 16 ദിവസത്തോളം ഒരു കാരണവുമില്ലാതെയാണ് തന്നെ ജയിലിൽ കിടത്തിയത്. പരാതിക്കാരിയുടെ ഭർത്താവ് തന്നോട് ഖേദം പ്രകടിപ്പിച്ചെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. DGPക്കും സൈബർ പോലീസിനും മെയിൽ മുഖേന പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് ഭർത്താവുണ്ടെന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിന്റെ പ്രതികാരമാണ് തന്നോട് തീർത്തത്. ഭർത്താവിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. പരാതിക്കാരിയുടെ ഭർത്താവ് എന്നെ അനുകൂലിച്ച് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഈ വീഡിയോ അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. വ്യാജ പരാതിയാണ് തനിക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നും അവർക്കെതിരെ നടപടി എടുക്കുമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെയാണ് 16 ദിവസത്തോളം തന്നെ ജയിലിലിട്ടതെന്നും അവരുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ അതിജീവിത പരാതി നൽകിയിരിക്കുന്നതെന്നും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച അതിജീവിതക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് AIG പൂങ്കുഴലി, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, DGP, സൈബർ സെൽ എന്നിവർക്കാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. 16 ദിവസത്തോളമാണ് ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടുവെന്നും പരാതിക്കാരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുവെന്നും പറഞ്ഞായിരുന്നു അറസ്റ്റ്. അവർ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. അവരുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം നടത്തുന്നത്. അവരുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പരാതി കൊടുത്തപ്പോൾ ഈ സ്ത്രീയെ കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചതിലുള്ള പ്രതികാരം തന്നോട് തീർക്കുകയാണ് എന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. താൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് പോലും തന്നോട് മാപ്പ് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ താൻ പരാതിക്കാരിയുടെ ഭർത്താവിനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും രാഹുലിനെതിരെ പരാതി നൽകിയ യുവതി വ്യാജ അതിജീവിതയാണെന്നും രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നുണ്ട്. തന്നെ 16 ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് പോലീസിന് നൽകുമെന്നും വീഡിയോ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വരുന്നതെല്ലാം കള്ളപ്പരാതികളാണെന്നും തനിക്ക് അനുകൂലമായി വരുന്ന വീഡിയോകൾക്ക് ലൈക്ക് പോലും ചെയ്യാറില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ അതിജീവിത പരാതി നൽകിയിരുന്നു. രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇതിനെ മറ്റൊരു പരാതിയിലൂടെ നേരിടുന്നത് രാഹുൽ ഈശ്വർ ശക്തമായ താക്കീത് കൂടി നൽകുന്നുണ്ട്. നിലവിൽ കേസിൽ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ യുവതി രാഷ്ട്രീയ പ്രേരിതമായി പരാതി നൽകിയെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് കൈമാറുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്.